കോട്ടയം മെഡിക്കൽ കോളേജിൽ ഉപയോഗത്തിൽ ഇല്ലാതിരുന്ന കെട്ടിടം തകർന്നു മരിച്ച കോട്ടയം തലയോലപ്പറമ്പ് ഉമാംകുന്ന് സ്വദേശി ബിന്ദുവിന്റെ സംസ്കാരം നടന്നു. മുട്ടുചിറയിലെ സ്വകാര്യ ആശുപത്രി മോർച്ചറിയിൽ സൂക്ഷിച്ചിരുന്ന മൃതദേഹം രാവിലെ 8:30യോടെയാണ് വീട്ടിലെത്തിച്ചത്. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം കോട്ടയം തലയോലപ്പറമ്പ് മുട്ടുച്ചിറയിലെ സ്വകാര്യ ആശുപത്രിയുടെ മോർച്ചറിയിൽ സൂക്ഷിച്ചിരുന്ന ബിന്ദുവിന്റെ മൃതദേഹം രാവിലെ 8:30 ശേഷമാണ് തലയോലപ്പറമ്പ് ഉമാംകുന്നിലുള്ള വീട്ടിൽ എത്തിച്ചത്. വീടിന് സമീപത്തായി നിർമ്മിച്ച താൽക്കാലിക പന്തലിൽ പൊതുദർശനത്തിന് വെച്ച മൃതദേഹത്തിൽ 100 കണക്കിന് ആളുകളാണ് അന്ത്യോപചാരം അർപ്പിച്ചത്. മൃതദേഹം എത്തിച്ചതോടുകൂടി ബിന്ദുവിന്റെ മക്കളായ നവനീതിന്റെയും നവമിയുടെയും മറ്റു ബന്ധുക്കളുടെയും ദുഃഖം അണപൊട്ടി. സമൂഹത്തിന്റെ നാനാതുറകളിലുള്ള നിരവധി ആളുകളാണ് ബിന്ദുവിന്റെ വീട്ടിലേക്കെത്തിയത്. കുടുംബത്തിന് അടിയന്തര ധനസഹായമായി 50,000 രൂപ കൈമാറിയെന്നും കൂടുതൽ ഉയർന്ന തുക നൽകാൻ സംസ്ഥാന ക്യാബിനറ്റ് തീരുമാനമെടുക്കുമെന്നും അതിലേക്കായി റിപ്പോർട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും റിപ്പോർട്ട് ഇന്ന് തന്നെ കൊടുക്കുമെന്നും കോട്ടയം ജില്ലാ കളക്ടർ ജോൺ വി സാമുവൽ പറഞ്ഞു. ഇന്നത്തെ ഈ ഫ്യൂണറലിന്റെ ചെലവ് മെഡിക്കൽ കോളേജിന്റെ ഡെവലപ്മെന്റ് ഫണ്ടിൽ നിന്ന് കൊടുക്കാനായിട്ട് തീരുമാനിച്ചിട്ടുണ്ട്. അത് വൈകുന്നേരം ബഹുമാനപ്പെട്ട മിനിസ്റ്റർ വന്ന് കൊടുക്കും. ഫർദർ ധനസഹായത്തിന് ഉള്ള റിപ്പോർട്ട് ഇന്ന് കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. അത് കൊടുക്കുന്ന മുറയ്ക്ക് ക്യാബിനറ്റിൽ വെച്ച് അത് ചർച്ച ചെയ്ത് പാസ്സാക്കുമെന്നാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അറിയിച്ചിട്ടുള്ളത്. പ്രിയപ്പെട്ടവരുടെ അന്ത്യചുംബനങ്ങൾ ഏറ്റുവാങ്ങി ബിന്ദുവിന്റെ മൃതദേഹം വീട്ടുവളപ്പിലൊരുക്കിയ ചിതയിലേക്കെടുക്കുമ്പോൾ 1 മണി പിന്നിട്ടിരുന്നു. 100 കണക്കിന് ആളുകളുടെ സാന്നിധ്യത്തിലാണ് ബിന്ദുവിന്റെ സംസ്കാര ചടങ്ങുകൾ പൂർത്തിയായത്. കൈരളി ന്യൂസ്, കോട്ടയം.